ഓക്കെ, ഇന്ന് ഹാമർ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പം കാർ. ഓക്കെ, നമ്മൾ ജംഗ്യാർഡ് പോകണം. എനിക്ക് 5 കാറും ഡിസ്ട്രോയ് ആണ്. സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. നമ്മളിന്ന് പിന്നെയും കാർ സെയിലർ സിമുലേറ്റർ ഡീലർഷിപ്പാണ് കളിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒരു ബ്ലാക്ക് മാർക്കറ്റിൽ പോകാൻ പോകുന്ന. സോ അതേ സമയം കണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഗെയിമിനോടെ ഉണ്ട്. നമുക്ക് ആദ്യം ബ്ലാക്ക് മാർക്കറ്റ് പോകണം. അതിന് മുന്നേ ഞാൻ കുറച്ച് പൈസ ആക്കിയിട്ടുണ്ട്. എനിക്ക് സൂപ്പറിൻ്റെ കളർ എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. സൂപ്പറേ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഞാനൊരു വൃത്തിയുടെ ഡിസൈൻ കൊടുത്തിട്ട്. സോ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ കളർ ചേഞ്ച് ചെയ്ത് നോക്കാം, വേറെ ഏതെങ്കിലും കളറായിട്ട് ഇട്ട് നോക്കാമെന്ന്. സോ പിന്നെ എനിക്കിപ്പം 58,000 ഉണ്ട് പൈസ. ഞാൻ പിന്നെയും കുറച്ചെല്ലാം വണ്ടിയെല്ലാം വിറ്റുണ്ടാക്കിയതിന്. ഇനി നമുക്ക് നേരെ ഇവിടെ പോവാം. നമ്മള് ഷോപ്പിൽ കൂടാണ്ട് ഈ വണ്ടി ഭയങ്കര താടിത്താള് കൊക്കൊന്ന് പോക്കും വേണം. എത്തിയിട്ടുണ്ട്. പെയിന്റ് ആദ്യം മാറ്റാം. ഓക്കെ, ഞാൻ വണ്ടിക്ക് പെയിന്റ് കൊടുത്തിട്ട് ഒരു കട്ടി ഡാർക്ക് ഗ്രീനാ. പിന്നെ അതിൽ കുറച്ച് മെറ്റാലിക് സ്മൂത്ത്നെസ് എല്ലാം കൂട്ടി. അതിന് വേണ്ടി കുറച്ച് സസ്പെൻഷൻ കുറച്ച് നോക്കണം. ഭയങ്കര തണുത്തുള്ളൂ ഇതിൻ്റെ. ആള് തീർത്തി അതാ അടിച്ച് ഞാൻ റിപ്പയർ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഞാൻ വണ്ടി കുറച്ച് പൊക്കിയിട്ടുണ്ട്. കാണുമ്പോൾ അത്ര മനസ്സിലാവുന്നുണ്ടാവില്ല, എന്നാലും പൊക്കിയതിന് ഓവറായിട്ട് പൊക്കിയിട്ടില്ല, ചെറുങ്ങനെ. സോ അത് സെറ്റായി. നമുക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ പോവുക. അവിടെ കുറച്ച് തരികട പരിപാടിയാണ്. വഴി എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഞാൻ ഇടക്ക് കാണുന്നുണ്ട്. ബ്ലാക്ക് മാർക്കറ്റ് അല്ല അതിൻ്റെ ശരിക്കുള്ള പേര്, എന്തോ പേരുണ്ട്, ഓർമ്മയില്ല. നോക്കാം, അവിടെ പോയിട്ട് നോക്കാം. ഓക്കെ, ഇതന്നെ ഇതാ സ്ഥലം. ഇതിൻ്റെ അകത്താണ്. ഇവിടെ വലിയ റിച്ചായ ആൾക്കാരൊന്നും വരില്ല തോന്നുന്നു. നല്ല കാറൊന്നും ഇല്ല. മാരുതി 800. ഇവിടെ മേഴ്സീഡീസ് ഉണ്ട്. നല്ല സ്ഥലമാണ്. ഓക്കെ, നമുക്ക് പോവാ. ഇതിൻ്റെ പേരെന്നാ? ഇതിനിപ്പോൾ സംഭവിച്ച് ഇവിടുന്ന് വണ്ടി മാറിപ്പോയി. ഓക്കെ, ആരെങ്കിലും പോയിട്ടുണ്ടോ? എന്തെങ്കിലും ഇതായിരിക്കും. ഓക്കെ, പേര് ബാർ സ്റ്റാർ അല്ല, ബാർ സാട്ര സ്റ്റാർ എന്നാ ഇത് ഉദ്ദേശിച്ച. സ്പെല്ലിങ് മാറിപ്പോയി. ഇനി മാറിയില്ല. ഓക്കെ, ഇയാളാണ് ബ്ലാക്ക് മാർക്കറ്റിൻ്റെ ആള്. നോക്കട്ടെ. ഇവിടെ ഒരു കാറ് തീർത്തുണ്ട്. നോക്കാം അതിൻ്റെ അകത്തൊന്ന് കയറ്റി നോക്കട്ടെ. ഇവിടെ കുറച്ച് ആൾക്കാരുള്ള ബാറാന്ന് ശരിക്കും പറഞ്ഞാല്. ബൈ, അയ്യോ, ഞാൻ ബിയർ വാങ്ങി. അവിടെ കിട്ടിയിട്ടുണ്ടാവുക. ഇത് കിട്ടിയത്. ഓക്കെ, ഇത് കുടിക്കാൻ പറ്റുമോ? പോകാൻ പറ്റുമോ ഇത് കുടിച്ചിട്ട്? ഞാൻ ഫുള്ള് കുടിച്ചെടുക്കുന്നോ? ഇതിനെ കൊണ്ടെന്താവാ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊന്നും ഗെയിമില്ലേ. ഓക്കെ, കുടിച്ച്. അതാ ഹൈ തലകറക്കുന്നത്. അയ്യോ, ബിയർ കുടിച്ചേ. ഓക്കെ, എവിടെയാണ് ഗ്യാംബ്ലിങ് നടക്കുക? ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ PC വേഴ്സസിൽ. ഞാൻ വീഡിയോ കാണുമ്പോൾ തിരിയുണ്ട്. ഇതൊന്നും ശരിയാവില്ല. ഇതെന്തെന്നോ ഞാൻ ഉറങ്ങേണ്ടി വരുമായിട്ട്. കുഴപ്പമില്ല, നമുക്ക് ഇത് കളിക്കുമ്പോൾ ശരിയാവും. ആയി. ഇവിടെ ഗ്യാംബ്ലിങ് നടക്കുന്നത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അറിയില്ല. സോ ഓക്കെ, നമുക്ക് ഏറ്റവും പൈസ കുറഞ്ഞ ചിത്രം ഇടാൻ പറ്റുമോ? ഇല്ല, $1 ഇടാൻ പറ്റും. ഓക്കെ, $1 ഇട്ട് സ്റ്റാർട്ട്. ഓക്കെ, എന്ന സംഭവം ഉണ്ട്. ഹിറ്റ് സ്റ്റാൻഡ് അമർത്തിയാൽ എനിക്കറിയില്ല. എന്നാന്ന് നമുക്ക് കൂടുതൽ നമ്പർ വേണമെന്ന് തോന്നുന്നു. ഒന്നും കൂടെ കൂടി പേര് ഇത്ര ഇട്ടിട്ട് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ 5 ആള്. ഓക്കെ, 8 ആയി. നമുക്ക് ഹിറ്റ് ആയാലും സ്റ്റാൻഡ് ചെയ്യാം.
നമുക്ക് ഹിറ്റ് ചെയ്യാം. ഒന്നും കൂടി ഹിറ്റ് ചെയ്യാം. ഒന്നും കൂടി ഹിറ്റ് ചെയ്താൽ 16 സ്റ്റാൻഡ് ഏര്. ഓക്കെ, നമ്മൾ ജയിച്ചു. ഓക്കെ, 20 മുകളിൽ പോകാൻ പാടില്ല. അങ്ങനെ ഏറ്റവും 20 മുകളിൽ പോകാൻ പാടില്ല, 20 താഴെ വേണം നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് പൈസ കിട്ടി 10,000 കൂടുതൽ, 5,000 ഇട്ടൊന്നും കൂടെ ചെയ്ത് നോക്കാം ലാസ്റ്റ്. ഓക്കെ, ഇന്ന് ഹാമർ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പം കാർ. ഓക്കെ, നമ്മൾ ജംക്യാർഡ് പോകണം. എൻ്റെ 5 കാറും ഡിസ്ട്രോയ് ആണ്. ഓക്കെ, ഞാൻ ഈ ടാബ്ലറ്റിൻ്റെ അല്ലേ ഇത്, ഞാൻ PC കണ്ടൻസർ ടാബ്ലറ്റാണ്. സോ ആദ്യം നമുക്ക് ജംക്യാർഡ് പോകണം. എൻ്റെ വണ്ടി അല്ലല്ലോ, എൻ്റെ വണ്ടി സൂപ്പർ മാരുതിയല്ല. ഓക്കെ, ഈ കാറ് ബുഗാട്ടി തന്നെ ആണെങ്കിൽ ഒരിക്കൽ മെക്ലാറിന് കിട്ടി. ഇനി ബുഗാട്ടിയും കൂടിയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കീഴോട്ട് ഷോർട്ട് കട്ട് കാറ് ഹിറ്റാണെന്ന് പറഞ്ഞേ. കാറ് ഡിസ്ട്രോയ് ആണ്, ഹിറ്റാണോ? എനിക്കൊന്നും ഹാമറിനെ കൊണ്ട് അടിക്കണം. ഇതിൻ്റെ അകത്ത് കാറ് കയറില്ല. ഓക്കെ, അതാ കാറ്. ഡിസ്ട്രോയ് 5 cars. സോ ആദ്യം ഹാമർ. ഒരു കാർ ഡിസ്ട്രോയ് തന്നെ. ഡിസ്ട്രോയ് ആയത്. ഓക്കെ, ഓരോ പാർട്ട് പോയിട്ട് അടിക്കണം, എന്നാല് ഡിസ്ട്രോയോ. കീസൈഡ് പൊട്ടി, ഫെൻഡേഴ്സ് ഒട്ടിക്കണം. പൊട്ടിയ ഓക്കെ, ഈ സൈഡും പൊട്ടി. ഇനി ഡോർ ഒട്ടിക്കാം. 5 വണ്ടി ഓട്ടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഞാനൊരു വണ്ടി ഓട്ടിക്കട്ടെ. ഓക്കെ, ഇത് കുറച്ച് പാടില്ല പരിപാടിയാണ്. നമ്മൾ ഓരോ ദിവസം കാത്തു നിൽക്കണം. 5 ദിവസം വേസ്റ്റ് ആക്കണം. ഓക്കെ, അപ്പം ഞാൻ അടുത്തൊന്നും കൂടെ ഉറങ്ങട്ടെ. എന്നിട്ട് ഞാൻ 5 വണ്ടി ഓടിച്ചിട്ട് നിങ്ങളെ കാണാം. ഓക്കെ, ഞാൻ നമ്മളെ 5th കാറും പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി ഓക്കെ, നമുക്ക് കാറ് കിട്ടുന്നത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഞാൻ ഇതൊന്ന് കളക്ട് ചെയ്തോട്ടെ ഈ സാധനങ്ങൾ. ഞാൻ 5 വണ്ടി പൊട്ടിച്ച്. അപ്പം അതിൻ്റെ ട്രാഷ് കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ട്രാഷ് നമുക്ക് ഇയാൾക്ക് വിൽക്കാൻ പറ്റും. സോ ഞാൻ വെച്ച് ലാസ്റ്റ് വിറ്റ് നോക്കാം. അപ്പോൾ എത്ര പൈസ കിട്ടാന്ന്. എന്തായാലും ഞാനൊരു 10,000 പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കുറേ ടെർബോ അങ്ങനെയെല്ലാം കിട്ടിയിട്ടുണ്ട്. ടെർബോ പിന്നെ കുറേ മെറ്റൽ പാർട്സ്. ഓക്കെ, 2,000 കിട്ടിയുള്ളൂ. ഓക്കെ, പഴയ ടെർബോസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, കാറ് പുറത്ത് കിടക്കുന്നുണ്ട്. ഞാൻ പിന്നെ സുപ്രാൻ ചെറുങ്ങനെ നിർച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 2-3 വർഷം വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെയാ. സോ അതൊന്ന് റിപ്പയറാണ്. ഫുള്ള് ഡേർട്ടി ആയിട്ടുള്ള വണ്ടി. അതിലൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ വണ്ടിയിൽ ആദ്യം നേരെ ഇവിടെ ഇത് ഫുള്ള കാലിയാവാൻ വേണ്ടി കാത്തുക്കണല്ലോ. ഇവിടെ അയച്ചിട്ടുണ്ട്, അന്ന് റിപ്പയർ ആവണം. സോ നമ്മളെ ബുഗാട്ടി ഷെറോൺ തന്നെയാ. ഞാൻ വിചാരിച്ചിട്ടില്ല ബുഗാട്ടിനെ കിട്ടും. ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും വേറെ കാറായിരിക്കും. അതിൽ മെക്ലാറിനായിരുന്നു കാണിച്ചത്. നമുക്ക് മെക്ലാർ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പം ബുഗാട്ടി കാണിച്ചത് ബുഗാട്ടി കിട്ടി ഫ്രീ ആയിട്ട്. ഒരു ബുഗാട്ടി. ഇതിൻ്റെ പ്രൈസ് എത്ര വരും? ഫിറ്റാവില്ല, നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, നോക്കി കയറി കാണില്ലേ. 43 ലക്ഷം. ഇതെത്രയാ? 43 ലക്ഷത്തിന് വണ്ടി. ഇതൊന്നും ഞാൻ വിൽക്കാൻ പോലെ എന്തായാലും എൻ്റെ തന്നെ ഉണ്ടാവും. ഡ്രൈവ് ചെയ്യാ ആദ്യം. ഇവിടെ പോണ്ട എന്തായാലും. എന്താ സൗണ്ട്?
തീർച്ചയായും അത്ര സ്പീഡാണ്. അടുത്ത വീട്ടിൽ നമുക്ക് മോഡിഫൈ ആണ് ഈ വണ്ടീനല്ലോ, അല്ല ഈ വണ്ടീനെ. അതിനൊന്നും വേറെ ഏറ്റവും സ്പീഡ് കൂടുതലാണ്ട് ബ്രേക്കില്ല, ബ്രേക്ക് കുറച്ച് നോക്കാം ഈ വണ്ടീൻ്റെ. ഇത് ശരിക്കും പറക്കുന്ന. ഓക്കെ, ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം ഈ വണ്ടിയിലല്ലോ. അത് നമുക്ക് ആ പണിക്കാരനെ കൊടുക്കാം, അയാൾ വൃത്തിയാക്കി തരും. ഓക്കെ, വണ്ടി റെഡി ആയിട്ട് ഇതിനെ നേരെ വീട്ടിലേക്ക് അയക്കാം. റോണിനെ എടുത്തിട്ട് വീട്ടിലേക്ക് പോവാം. എനിക്ക് വീഡിയോ വേണം, ഇതിന് മുന്നേ എല്ലാം ഒന്ന് വൃത്തിയാക്കി കളിയല്ല വണ്ടീനോ. കാരണം 5 ദിവസമായി ഈ വണ്ടി വെറുതെ നടക്കുന്ന, എല്ലാ വണ്ടിയും ഒരു വടിയും ഇല്ലാണ്ട്. അതുകൊണ്ട് ഫുള്ള് അത്രയൊക്കെ കിടക്കുന്നു. ഞാൻ വരുന്ന വഴി കണ്ടില്ല മെക്ലാറിനല്ലോ, ഞാൻ നോക്കുമ്പോൾ മെക്ലാറിനെല്ലാം ഫുള്ള് ഡേർട്ടിയായിരുന്നു. എന്തൊന്നും അതിൻ്റെ അവസ്ഥ, എല്ലാത്തിൻ്റെ അവസ്ഥ പോലെ തന്നെയാണ്. എനിക്ക് സൂപ്പർ അടി ഉണ്ടല്ലോ, ഞാൻ മറന്നായി. ഇതിനൊന്നും വേണ്ടത് എന്നാൽ ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകാം. ബുഗാട്ടിനകത്ത് ഇടായിരുന്നു, അകത്തേക്ക് ഈ ബുഗാട്ടി ചെയ്യാൻ കളർ മാറ്റാം. അടുത്ത വീഡിയോയിൽ ഫുൾ മോഡിഫൈ മാറ്റാം. ഇതിനെ കൊണ്ടുപോയി ഒരു വണ്ടിയിൽ ശരിയാക്കണം, ഫുള്ള് വൃത്തിയാക്കി എടുക്കണം. അതിന് സ്പീഡ് കൂട്ടണം. അതിന് സ്കിൽ പോയിന്റ്സ് ഇല്ല ഒട്ടു. സ്കിൽ പോയിന്റ്സ് ഉണ്ടാക്കാനെങ്കിൽ ഈസി പരിപാടി നോക്കണം. ഇത് കൂട്ടണം, എംപ്ലോയിൻ്റെ വർക്ക് സ്പീഡ് കുറച്ച് ബിസിലെടുത്തിട്ടാ പണിയെടുക്കുന്നത്. കേൾക്കുന്നുണ്ട് മഴയൊക്കെ വേഗം പണിയെടുക്കാം. ഓക്കെ, ബുഗാട്ടി ഇടാം. ബുഗാട്ടി ഫ്രീ ആയിട്ടൊരു ഷിറോണിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആദ്യം മെക്ലാറിനെ കിട്ടിയപ്പോൾ വേറെ തന്നെയായിരുന്നു. അതിൻ്റെ ബുഗാട്ടി ഈ ഗെയിമിൽ ഫ്രീ ആയിട്ട് നല്ല വണ്ടികളും കിട്ടുന്നുണ്ട്, പക്ഷെ അത് വിൽക്കാൻ പറ്റില്ല എന്നേക്കും. വിൽക്കാൻ പറ്റില്ല, അല്ല വിൽക്കാൻ തോന്നുന്നില്ല വണ്ടികൾ. ഞാൻ പിന്നെ വണ്ടിനെ പൊളിച്ച് ഞാൻ പിന്നെ ശരിയായിക്കോളും. വണ്ടികൾ എല്ലാം പൊളിഞ്ഞ് കിടക്കുന്ന ഇനി ഇവിടെ നിർത്തി വരട്ടെ, ഓനത് ശരിയാക്കട്ടെ. ഓക്കെ, പണിയും ചെയ്തിട്ട് രാത്രി ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.